ടീം ബ്രില്യന്റിന് AFMC പൂനെയിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചത്. AFMCയിലെ 95% മലയാളി വിദ്യാർത്ഥികളും ബ്രില്യന്റിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. AFMCയിൽ അഡ്മിഷൻ ലഭിക്കുന്നത് എങ്ങനെ, AFMCയിലെ MBBS ജീവിതം, അങ്ങനെ തുടങ്ങിയ എല്ലാ വിവരങ്ങളും AFMCയിലെ മല്ലു ബറ്റാലിയൻ തന്നെ നമുക്ക് വിവരിച്ചു തരികയാണ്. നമസ്കാരം, ഞാൻ ആതിര, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ബ്രില്യൻറ്റിലെ റെസിഡൻഷ്യൽ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. സെയിൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ബ്രില്യൻ്റെ കോവിഡ് ടൈമിലായിരുന്നു എൻ്റെ പഠനം. സോ ആ ടൈമിൽ ബ്രില്യൻ്റ് ഒരുപാട് ഓൺലൈൻ എക്സാംസ് നടത്തിയിരുന്നു. ഞങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് ബ്രില്യൻ്റ് എപ്പോഴും ചെക്ക് ചെയ്യുമായിരുന്നു. ഓൺലൈൻ എക്സാംസ് നടത്തി, അതിൻ്റെ റിസൾട്ട് അനാലിസിസ് നടത്തി, ശിവൻ സാർ കറക്റ്റ് ടൈമിൽ വീഡിയോസൊക്കെ ഇട്ട് ഞങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് ശിവൻ സാറിന് വലിയൊരു താങ്ക്സ്. പിന്നെ അതുപോലെ AFMCയുടെ കാര്യം വരുമ്പോൾ ഗേൾസിന് ഇത്രയും സേഫ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ AFMCയുടെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഗേൾസ് ബോയ്സ് എന്നൊരു വേർതിരിവ് ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു കാര്യത്തിലും ഗേൾസിനും ബോയ്സിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും പറഞ്ഞു തരാൻ മനസ്സുള്ള നല്ലൊരു ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനും AFMC ഹെൽപ്ഫുൾ ആണ് നമുക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് രഘുപതി, ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ അവിടെ കൊല്ലം സെൻറ്ററിൽ ഒരു 1 year റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി AFMC തന്നെ ആയിരുന്നു എൻ്റെ ഡ്രീം കോളേജ് എന്ന് പറയുന്നത്. കാര്യം ഇപ്പോൾ സെലിൻ മാം പറഞ്ഞ പോലെ തന്നെ ആകാം, ഞാൻ ഫസ്റ്റ് ബ്രില്യൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ഒരു ബ്രോഷർ നമുക്ക് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പേജ് നമ്പർ 14, അത് AFMCയെ കുറിച്ചായിരുന്നു. ബട്ട് ആക്ച്വലി അതിനുശേഷം എനിക്ക് മുന്നോട്ട് പോകേണ്ടി വരില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഫസ്റ്റ് എൻ്റെ എക്സ്പോഷർ AFMC ആയിട്ട് ആ ഒരു പേജ് ബ്രില്യൻ്റ് ആ ഒരു ബ്രോഷറായിരുന്നു. സോ അതിനുശേഷം ഞാൻ AFMCയെ കുറിച്ച് കൂടുതൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒരുപക്ഷെ ഞാൻ ഏറ്റവും ലാക്ക് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഇപ്പോൾ ഇല്ലായിരുന്നു. ആക്ച്വലി ബിഗ് താങ്ക്സ് ടു ബ്രില്യൻ്റ്. ഇപ്പം ഇതേപോലത്തെ ഓരോ ഇനിഷ്യേറ്റീവ്സ് കാരണം ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു അത്. ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റീസ്, ഇപ്പം നമ്മുടെ മലയാളി സീനിയേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് പലരും ഇവിടെ വരുന്നതിന് മുമ്പേ അറിയായിരിക്കും. ചിലർ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ട് വരും. അപ്പം ഇവരുമായിട്ടൊരു ബോണ്ടിങ് നമുക്ക് ഇനിഷ്യലി പല നമുക്ക് ഇൻട്രാക്ഷൻസ് വരും. ആ ഇൻട്രാക്ഷൻസിലൂടെ നമുക്ക് പലരെയും പരിചയപ്പെടും. അതിനുശേഷം നമുക്ക് മല്ലു ട്രീറ്റ്സ് ഉണ്ടാകാറുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മലയാളി കമ്മ്യൂണിറ്റി തന്നെ 90% ബ്രില്യൻ്റ് തന്നെയാണുള്ളത്. നമുക്ക് ടൈപ്സ് എന്ന് പറയാം, ഇപ്പം ബ്രില്യൻ്റ് ടൈപ്പ്, ക്ലബ് ടൈപ്പ്, അങ്ങനെ പല. അപ്പം മല്ലൂസിന് ഇവിടെ സെപ്പറേറ്റ് മല്ലു പാർട്ടി തന്നെ ഉണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ. Hi, I'm Chaitanya Vinu and I'm a third year MBBS student at the Armed Forces Medical College. I was in class 8th at APS Bathinda. We used to have a career guidance club. Avade I was told by the counselor that we should have 2 options in life, so that in the case if the first option fails, we should have a backup. So when I was asked about my plan A, I said MBBS at AFMC Pune, and then when I was asked about my plan B, I again said MBBS at AFMC Pune, because that was my only plan. And അത് റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ബ്രില്യൻ്റ് ഫാമിലിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ഐ യൂസ് ടു കോൾ പ്രദീപ് സർ. ഐ ഹവ് ഈവൻ കോൾഡ് ഹിം ദ ഡേ ബിഫോർ ദി എക്സാം ആൻഡ് ഐ ക്രൈഡ് ലൈക്ക് സർ ഐ കാൻ ഡു ദിസ്. അപ്പോൾ ബ്രില്യൻ്റിലെ ഫാക്കൽറ്റീസാണ് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തത്. പിന്നെ സ്പീക്കിംഗ് അബൌട്ട് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു മീ ആഫ്റ്റർ കമ്മിങ് ടു AFMC, it's like I have gained so much of confidence. Like I used to do public speaking in my school days, but ഇന്ന് ഉള്ള അത്ര കോൺഫിഡൻസ് എൻ്റെ നേരത്തെ ഇല്ലായിരുന്നു. And also the amount of knowledge and the ability you gain so that you can direct people to do something, അത് എനിക്ക് AFMCയിൽ വന്നതിന് ശേഷം മാത്രമാണ് കിട്ടിയത്, with the help of my seniors and the kind of exposure the faculty and all the departments here have given. And as we all know, MBBS is a stressful degree, and ഇതിൽ നമുക്ക് sustain ചെയ്യണമെങ്കിൽ you need something or the other to keep yourselves entertained. And അതിനു വേണ്ടി AFMC is providing so many clubs, be it dramatics, dance, musicmatics, റിസർച്ചിനാണെങ്കിൽ we have scientific society. ഇതൊക്കെ കാരണം എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് മാത്രമല്ല, ഓൾസോ എൻ്റെ എക്സ്പോഷർ ആൻഡ് മൈ എബിലിറ്റി ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് അബൌട്ട് തിങ്സ് ആൻഡ് ടു പ്രൂവ് മൈ പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്, അതെല്ലാം എൻ്റെ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. I am Celine Rafael, a final year MBBS student. I was part of AIMS residential batch 2021 and I was a student at Chavara Public School, Kottayam. I was in 6th standard when I wanted to join AFMC, and I realized that Brilliant is probably the best place to join in order for me to achieve that dream of getting into AFMC. So Brilliant ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്കൊരു ബുക്ക്ലെറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ജിപ്മർ, AFMC, AIMS, ഡൽഹി അങ്ങനത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ
റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ആ AFMCയുടെ പേജ് തിയറി എടുത്തിട്ട് ഞാൻ എൻ്റെ മിററിന്റെ അപ്പുറത്ത് ഒട്ടിച്ചതാണ്. എല്ലാ ദിവസവും ഉറങ്ങണേക്കാട്ടും മുന്നേ 11th standard ഫസ്റ്റ് ഡേ തുടങ്ങി I used to look at AFMC's picture and go to sleep. So that was my goal since the first day of 11th standard. The reason for that goal was very simple. There is nowhere else in India where you can do your internship with a salary of more than 1 lakh per month. Nowhere else. The working conditions in other government hospitals are sad. They need more improvement in terms of the culture that exists, in terms of remuneration that is given. And so I would say there is nowhere else that you get such a good, decent standard of living and quality of life compared to AFMC. And so definitely join AFMC. MBBS at AFMC provides you with an unparalleled experience in terms of holistic development. എൻ്റെ പേര് അൽക്ക, ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞാൻ പ്ലാസിഡ് വിദ്യാവിഹാറിലെ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. ഞാൻ 11th എത്തിയപ്പോൾ എനിക്ക് AFMC വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ പഠിച്ചു, ഭാഗ്യത്തിന് കിട്ടി. AFMCയിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര എക്സ്പോഷർ കിട്ടും. കാരണം നമുക്കിവിടെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടുന്നത് സദേൺ കമാൻഡ് ഹോസ്പിറ്റലാണ്. കുറേ കേസസ് കിട്ടും ആൻഡ് ഭയങ്കര നല്ല എക്സ്പോഷറാണ്. സേഴ്സ് വരും, ക്ലാസ് എടുക്കും. ക്ലിനിക്സിലും വളരെ നന്നായിട്ട് നമുക്ക് വിത്ത് കേസസ് നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആയാലും, ഈവൻ റാരസ്റ്റ് ഓഫ് ദ റാരസ്റ്റ് കേസസ് വരെ നമുക്കിവിടെ കിട്ടാറുണ്ട്. നമുക്കിപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ നല്ല ഫാക്കൽറ്റി ഉണ്ട്. എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ക്ലിയർ ചെയ്യാനും എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യാനുള്ള നല്ല പ്രൊഫസേഴ്സും ഉണ്ട്. എൻ്റെ പേര് ദേവിക, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ ബ്രില്യൻ്റിലെ റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ആക്ച്വലി AFMCയിൽ വരാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം മെയിൻലി നോർത്തിലേക്ക് മതലബ് കേരളം വിട്ടുപോകാൻ എനിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, അപ്പം ആദ്യം പറഞ്ഞ പോലെ ഗേൾസിന് അവിടെ എങ്ങനെയായിരിക്കും, എനിക്ക് കേരളത്തിൽ തന്നെ ഒതുങ്ങിക്കൂടണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എന്തോ ഇവിടെ വരണം എന്നായിരിക്കണം എൻ്റെ ഡെസ്റ്റിനി, അതായിരിക്കണം. ഞാൻ എങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായത് ആക്ച്വലി എനിക്ക് കേരളത്തിനെക്കാട്ടും കൂടുതൽ സേഫായിട്ട് തോന്നുന്നത് മതലബ് രാത്രിയൊക്കെ പുറത്ത് പോകുമ്പം ഇവിടെ കൂടുതൽ സേഫായിട്ട് തോന്നി. നമ്മുടെ ക്യാമ്പസ് ആണെങ്കിലും പൂനെ ആണെങ്കിലും കൂടുതൽ സേഫായിട്ട് തോന്നുന്നത് ഇവിടെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ബാരിയർ എനിക്കും ഉണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹിന്ദി. പക്ഷെ ഇപ്പോൾ എനിക്ക് കൂടുതൽ എൻ്റെ കൂടെ ഇപ്പോൾ ക്ലിനിക്സിന് പോകാനാണെങ്കിലും ക്ലാസ്സിലിരിക്കാനാണെങ്കിലും കൂടുതൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്, സംസാരിക്കുന്നത്. ഭയങ്കര നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അവരുടെ കൂടെ. അപ്പം അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ പുറത്ത് AFMCയിലേക്ക് വരികയാണെന്ന് നോക്കുകയാണെങ്കിൽ അതൊന്നൊരു കാര്യമില്ല. നീറ്റിൻ്റെ ടൈമിൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു, ലൈക്ക് കോമ്പറ്റീറ്റീവ് ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പം കോമ്പറ്റീറ്റീവ് അല്ല, പഠിക്കണമെന്നുണ്ട്. പക്ഷേ കുറച്ചൊരു പീസ്ഫുൾ. ഇവിടുത്തെ മെയിൻ പ്ലസ് പോയിൻ്റ് അതാണ്. നമുക്ക് സ്റ്റഡീസിൻ്റെ കൂടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ നീറ്റിൻ്റെ ടൈമിൽ നിർത്തിവെച്ച് നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങൾ നമുക്ക് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കര പ്ലസ് പോയിൻ്റാണ് ഇവിടുത്തെ. നമുക്കിപ്പോൾ വേറെ ഫെസ്റ്റിന് പോവുകയാണെങ്കിലും ഭയങ്കര ഒരു റിലീഫാണ് നമുക്ക് സ്റ്റഡീസിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന എല്ലാവരും ഒരുമിച്ച് പുറത്തു പോകാന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നുന്നു. എൻ്റെ പേര് തീർത്ഥ, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ബ്രില്യൻ ടെസ്റ്റ് സീരീസ് യൂസ് ചെയ്ത് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാൻ 10th കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞാൻ ആക്ച്വലി AFMC വന്നെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു 11th 12th പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് BTS യൂസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തത്. സോ ആദ്യം എല്ലാവർക്കും താങ്ക് യു ബ്രില്യൻറ്റിന്. AFMC ആക്ച്വലി ഞാൻ ചൂസ് ചെയ്യുന്നൊരു മേജർ റീസൺ തന്നെ വാസ് ബിക്കോസ് ഐ ഓൾവേസ് വോണ്ടഡ് ടു ബി സംതിങ് ലൈക്ക് സമൺ മോർ ദാൻ ജസ്റ്റ് എ ഡോക്ടർ. ലൈക്ക് AFMCയുടെ ആ ഒരു ദി സൈഡ് ഓഫ് ദി ആം ഫോഴ്സസ് അതെന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തായിരുന്നു ഫ്രം എ വെരി യങ് ഏജ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമായിരുന്നു ലൈക്ക് AFMC ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഹൗ ഇസ് കോളേജ് ഗോയിങ് അങ്ങനെ. അപ്പോൾ ഐ യൂസ് ടു സേ ദാറ്റ് ഇവിടെ ആക്ച്വലി കോളേജിൽ ദേ പ്രിപ്പയറിങ് അസ് ഫോർ ദി ആം ഫോഴ്സസ്. സോ വി ഓൾസോ യൂസ് ടു ഹാവ് മെൻറ്റേഴ്സ് ഇൻ ദ സീനിയർ ബാച്ചസ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സ് ആണെങ്കിലും സ്പോർട്സിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലേഴ്സിലാണെങ്കിലും വി ഹാവ് ദി മെൻറ്റേഴ്സ് ഇൻ ദ സീനിയേഴ്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ അത് ഐ യൂസ് ടു സേ ലൈക്ക് ഐ എം വെരി ലക്കി ടു സ്റ്റഡി ഇൻ എ കോളേജ് ലൈക്ക് ദാറ്റ്. ഞാൻ ആദർശ്, ഞാൻ 22/10 കെ മാന്നനം ബാച്ചിലെ റെസിഡൻഷ്യൽ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോളേജിൽ കയറാൻ പറ്റിയതിന് ദൈവത്തിനോടും എൻ്റെ ക്ലാസ് ടീച്ചറായ റീനു മാമിനോടും ബ്രില്യൻ്റെ ഫാക്കൽറ്റികളോടും എൻ്റെ പേരൻസിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. സെക്കൻഡ്, വൈ AFMC? ബിക്കോസ് എൻ്റെ പപ്പ ഒരു എക്സ് സർവീസ് മാനാണ്. സോ എനിക്ക് കൊച്ചിലെ തൊട്ട് തന്നെ ആർമിയിലോട് അല്ലെങ്കിൽ നേവിയോട് എനിക്കൊരു യൂണിഫോം ജോബ്സിനോട് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻ്റ് കയറി കഴിഞ്ഞ് എൻ്റെ ഒരു യൂണിറ്റ് എക്സാമിന് ശേഷം ഞാൻ എൻ്റെ മാർക്ക് നോക്കിയപ്പം അത് ഓൾമോസ്റ്റ് 630 ആ റേഞ്ചിലായിരുന്നു. സോ ഞാൻ ഗൂഗിൾ ചെയ്തു കോളേജസ് അവൈലബിൾ ഫോർ 630 മാർക്സ്. അങ്ങനെ ടോപ്പ് കോളേജ് നോക്കിയപ്പോൾ അതിൽ ടോപ്പ് വന്ന ഒന്നാണ് AFMC. ആൻഡ് ഞാൻ കോളേജിനെ പറ്റി നന്നായി റിസർച്ച് ചെയ്തു ആൻഡ് ഐ ലൈക്ഡ് ഇറ്റ്. എൻ്റെ പേര് ജിതിൻ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു.
ബ്രില്യൻറ്റിൽ റിപ്പീറ്റായിട്ട് പഠിച്ചതാണ്. ഞാൻ ഒരു 1 ഇയർ റിപ്പീറ്റ് എടുത്തതാണ്. വളരെയധികം സപ്പോർട്ട്സ് എനിക്ക് ബ്രില്യൻറ്റിൽ നിന്ന് ലഭിച്ചു AFMCയിൽ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഉണ്ടാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡൗട്ടാണ് ലൈക്ക് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ലൈക്ക് അന്യഭാഷ നമുക്ക് ഈ നമ്മുടെ നോർമൽ സ്ലാങ്ങിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ തന്നെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് പോകുമോ എന്നുള്ള ഡൗട്ട്സ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. സോ നിങ്ങൾക്കെന്താ AFMCയിലേക്ക് വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് നേച്ചേഴ്സുള്ള സീനിയേഴ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സുമാണ് നമുക്കിവിടെ ഉള്ളത്. Hi everyone, I am Anjali Suresh from Palakkad. I was a repeater in Brilliant and now at AFMC. എൻ്റെ ബ്രില്യൻറ്റിലുള്ള കാലം like very tough time. But still it helped me a lot to be here. എൻ്റെ AFMC എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചത് ബ്രില്യൻ്റാണ്. എനിക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് നീറ്റാണ് വേണ്ടത്, MBBS ആണ് വേണ്ടത്. പക്ഷെ അതിൻ്റെ ഒപ്പം എനിക്ക് AFMC പോകണമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മേരി ഗോൾഡിൻ്റെ ഹോസ്റ്റലിരുന്ന് ഞാനും കുറെ ചിന്തിച്ചാണ് ഞാൻ എത്തുമോ ഇല്ലേ. അങ്ങനെ ഞാൻ എത്തി. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫെയ്ത്ത് വെച്ച് പഠിക്കാം, നിങ്ങൾ ഒരേ കാര്യത്തിനെ പറ്റി ഫോക്കസ് ചെയ്ത് ചിന്തിക്കുക, പ്രവർത്തിക്കുക, നിങ്ങൾ എന്തായാലും അവിടെ എത്തും. കാരണം അങ്ങനെ ബാക്കിൽ നിന്ന് വന്ന് അങ്ങനെ പൊങ്ങി വന്ന് ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കാം. വരുന്ന ബാച്ചിൽ നിങ്ങളെ കാണാൻ പറ്റട്ടെ. താങ്ക് യു. I'm Jeff Johnson from Alappuzha, Kerala. So now I'm in my second year in AFMC. And I feel like the biggest inspiration for AFMC would be the campus. The campus is just beautiful. B, the culture that we've made in our college. And C, the ability for us to feel unity with everyone in that campus. I don't think anywhere else in the country you will see a Malayali bonding with a Bengali or a Rajasthani or a Punjabi over the most trivial things. Over the course of our first year, we learn about our college and our campus. We learn to bond with our seniors. We learn to work with our seniors. We learn how to study for exams and then pass. Right? And all in all, we're not just in a college. We're learning about an entire sphere of life that we wouldn't have access to. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നോയൽ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ ബ്രില്യൻ ഫാമിലിയിൽ ഒരു 6 വർഷത്തെ അംഗമായിരുന്നു. ഫൗണ്ടേഷൻ കാലഘട്ടം മുതൽ റെസിഡൻഷ്യൽ ബാച്ച് വരെ 6 വർഷം ഞാൻ ബ്രില്യനിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ബ്രില്യന്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള കോളേജുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും AFMC എന്ന് പറയുന്നത് എക്സ്ട്രാ കരിക്കുലർലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ വളരെ നല്ലൊരു കോളേജാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.